നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരുമ്പോൾ മരുമോനിസം പിണറായിസം തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബേപ്പൂരിൽ ഒരാൾ ചാടിയിറങ്ങിയിട്ടുണ്ട്. പുലിയെന്നോ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം, പുലിയെന്നൊന്നും വിളിക്കാൻ കഴിയില്ല. ഒരു പുലിയാണെങ്കിൽ പോലും അല്പമെങ്കിലും എവിടെയെങ്കിലും ചെറിയ ബുദ്ധി അവർക്കുണ്ടാവും. എന്നാൽ ഇതൊന്നും അങ്ങനെ വിളിക്കാൻ കഴിയാത്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് PV അൻവർ എന്നാണ്. ഏറനാട്ടിൽ തുടങ്ങി ഒടുവിൽ നിലമ്പൂരെത്തുന്നു. നിലമ്പൂരിൽ നിന്ന് പാർട്ടിയുടെ സ്വതന്ത്രനായി ഇടത് സ്വതന്ത്രനായി നിന്ന് വിജയിക്കുന്നു. ഒടുവിൽ പാർട്ടിക്ക് തന്നെ ദുഷ്പേരുണ്ടാക്കുന്നു. പിന്നെ മാത്രവുമല്ല, അപ്പോഴാണ് അദ്ദേഹം കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ അത്ര പോരാ എന്നൊരു തോന്നലുണ്ടായത്. പിണറായി വിജയൻ മരുമോനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. PK ശശി അവിടെ കൊണ്ടിരുത്തുന്നു. എന്തെല്ലാം നാറിയ നാടകങ്ങളാണ് ഇദ്ദേഹം, അതായത് ഈ PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ കിടന്ന് കളിച്ചത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രത്തോളം തരം താഴാമോ എന്ന്. തരം താഴാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി നമുക്ക് വേണമെങ്കിൽ നാളെ ഈ പറയുന്ന രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. അതാണ് ഉദാഹരണമെന്ന് PV അൻവറിനെ. അപ്പോൾ ഇങ്ങനെയാണ് PV അൻവറിൻ്റെ ഒരു യാത്ര. നടക്കാവുന്നിടത്തോളം നടന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. പക്ഷേ കേരളത്തിലുള്ള ഘടകങ്ങൾക്കെല്ലാം ഭയങ്കരമായ എതിർപ്പാണ്. 10-60ഓളം വരുന്ന നേതാക്കന്മാരുണ്ട് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെതായി. തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ നേതാവെന്ന് ഒരു വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ PV അൻവറിന് തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടു. അതായത് മമതാ ബാനർജിയുമായി ഒരു തവണ പോലും നേരിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ മമതാ ബാനർജിയെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഉന്നതനായ നേതാവായി PV അൻവർ മാറുകയും പിന്നീട് ബേപ്പൂരിലേക്ക് പോവുകയും ചെയ്തു. ബേപ്പൂരിൽ എന്തിനെതിരെ പോരടിക്കാൻ? അവിടെ പോരടിക്കേണ്ടത് ബേപ്പൂരിലെ ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും ടൂറിസം വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന മുഹമ്മദ് റിയാസിന് എതിരെ. ചാത്തുണ്ണി മാസ്റ്ററിൽ തുടങ്ങി PA മുഹമ്മദ് റിയാസിൽ എത്തി നിൽക്കുന്ന ഒരു വലിയ ഇടത് പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഇടത് കോട്ടയിലേക്കാണ് PV അൻവർ ഇങ്ങനെ ചാവേറിനെ പോലെ ഇറങ്ങിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, അതായത് 2021 PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 82,165 വോട്ടുകൾ, അതായത് ഏകദേശം 49.73% വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് 2021 ആ മണ്ഡലത്തിൽ വിജയശ്രീ ലാളിതനായി നിൽക്കുന്നത്. അതായത് 50%, അവിടെയുള്ള വോട്ടിന്റെ 50%-ഓളം പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ബാക്കി 50% മാത്രമാണ് UDF കൊണ്ടുപോയി തിന്നതും ബാക്കി അവിടുത്തെ BDJസും സ്വതന്ത്രന്മാരും പിന്നെ ബാക്കി നിന്നിട്ടുള്ള അല്ലാതെയുള്ള അപരന്മാരും കൊണ്ടുപോയി തിന്നിട്ടുള്ളത്. PM നിയാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നേടിയിരിക്കുന്ന വെറും 53,418 വോട്ടുകൾ മാത്രം. അതായത് വെറും 32% വോട്ടുകൾ മാത്രമേ അന്ന് UDFന്റെ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതാണ് അവിടുത്തെ ഒരു ചരിത്രം. അതായത് അവിടുത്തെ ഒരു പൂർണ്ണമായി കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന നേതാവിന് അല്ലെങ്കിൽ മന്ത്രിക്ക് അവിടെ നിന്ന് നേടാൻ കഴിഞ്ഞ വോട്ട് ഇത്രത്തോളം ഉണ്ടായിരുന്നു. അതായത് 50%. ഈ 50%-നകത്താണ് വിള്ളൽ ഉണ്ടാക്കേണ്ടത്. പോരാ. അതിനും കാരണങ്ങൾ ഒരുപാടുണ്ട്. PV അൻവർ പറയുന്ന മരുമോനിസം, ഇത് മരുമോനിസം അല്ലെന്നേ. ഇതെങ്ങനെയാണ് മരുമോനിസം ആവുന്നത്? ഇവിടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി വെറും ഒരു മരുമോന്റെ പോസ്റ്റിലല്ല അവിടെ ഇരിക്കുന്നത്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പോസ്റ്റിലാണ്. ഒരുപക്ഷെ നിങ്ങളെ പോലെയുള്ള നേതാക്കന്മാർക്ക്, PV അൻവറിനെ പോലുള്ള നേതാക്കന്മാർക്ക് മക്കളെയും മരുമക്കളെയും അതോടൊപ്പം തന്നെ അടുത്തുള്ള അയൽ വീട്ടുകാരനെയും അളിയനെയും എല്ലാവരെയും പിടിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ സ്ഥാനത്തിരുത്താൻ കഴിയുമായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് പാർട്ടി CPM ആണ്. ആ CPMൽ മരുമോനിസം എന്ന് പറയുന്ന ഒന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ മരുമോനായിട്ടാണ് അവിടെ ഇരുത്തിയെങ്കിൽ തന്നെ അദ്ദേഹം ഭരിച്ച വകുപ്പുകൾ അത്ര മോശമായി എന്നുള്ള എന്തെങ്കിലും ഒരു ചിന്താഗതി ഉണ്ടോ PV അൻവറിന്? PV അൻവർ അവിടെ പോയി ചാലിയം കടപ്പുറത്ത് പോയിട്ട് അവിടെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങളെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അന്വേഷിച്ചിരുന്നല്ലോ. എന്നിട്ട് ആ മത്സ്യത്തൊഴിലാളികൾ വല്ലതും PV അൻവറിനെതിരായി മുഹമ്മദ് റിയാസിനെതിരായി പറഞ്ഞു കേട്ടിരുന്നോ? ഇല്ല. ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം ബേപ്പൂർ തുറമുഖം എന്ന് കേട്ടിട്ടുണ്ടോ? ആ ബേപ്പൂർ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ വികസന പദ്ധതികൾക്കായിട്ട് അവിടെ ഏകദേശം അതായത് പോർട്ട് സിറ്റി ആക്കി മാറ്റാനും ബേപ്പൂർ തുറമുഖ വികസനത്തിന് വേണ്ടിയിട്ട് മാത്രമായി, അതായത് തുറമുഖ വികസനത്തിന് മാത്രമായി ഏകദേശം 12 കോടി രൂപയാണ് അവിടെ അനുവദിച്ചിരിക്കുന്നത്. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനത്തിന് വേണ്ടി മാത്രം. PA മുഹമ്മദ് റിയാസ് അവിടെ MLA ആയിരിക്കുന്ന സമയം, മന്ത്രി എന്നുള്ള വിട്ടേക്കൂ.
അതോടൊപ്പം തന്നെ അതിനെ ഒരു പോർട്ട് സിറ്റി ആക്കി മാറ്റാൻ ബേപ്പൂരിനെ അതിനുവേണ്ടി ഏകദേശം 2000 കോടി രൂപയുടെ പദ്ധതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. അതിനെ പോർട്ട് സിറ്റി ആക്കാൻ. ഇങ്ങനെ എന്തെങ്കിലും ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഈ PV അൻവറിനെ കൊണ്ട് കഴിയുമോ? ഇത് അങ്ങനെയല്ല സത്യം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ PV അൻവറിനെ കൊണ്ട് കഴിയുമോ? നിങ്ങൾ ആദ്യം തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് കാണിക്കാൻ ആദ്യം ആ മമതാ ബാനർജിയെങ്കിലും പോയി കാണൂ ആദ്യം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങൂ. ഇവിടെ സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ വരെ പറ്റിച്ച് നിങ്ങൾ കൊണ്ടുപോയിരിക്കുകയല്ലേ. എന്നിട്ട് ആ പാവം ഇപ്പോൾ എവിടെയാണോ എന്തോ. ശരി, ആയിക്കോട്ടെ. അതോടൊപ്പം തന്നെ ഈ ബേപ്പൂരിനെ ഒരു അന്താരാഷ്ട്ര ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ അല്ലെങ്കിൽ സെന്ററാക്കി മാറ്റാൻ വേണ്ടി ഏകദേശം 1.5 കോടി രൂപ അവിടെ മുടക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാട്ടർ ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇനി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. PA മുഹമ്മദ് റിയാസ് അത്രയ്ക്ക് മോശമായിരുന്നു എന്ന്. ഇവിടെ തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നതിനാവശ്യമായ ഒരു പരിപാടി, അതായത് പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പാലങ്ങൾ, റോഡുകൾ തുടങ്ങിയവ സമയബന്ധിതമായി പൂർത്തിയാക്കിയ ഒരു നേതാവ് തന്നെയാണ് PA മുഹമ്മദ് റിയാസ്. ഇനിയും അത് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി സർക്കാർ ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തെ കൈവിട്ടിട്ടുണ്ടോ? ഇല്ല. സർക്കാർ അവിടെ ആരോഗ്യ മേഖലയിലും അത് എല്ലാ മണ്ഡലങ്ങളിലുള്ള വികസനങ്ങൾ തന്നെയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ നൽകുക എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കോളൂ, GVHSS മീൻചന്ത, അവിടെ കിഫ്ബി പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് അവിടെ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നു. അതോടൊപ്പം തന്നെ ലാബ് സൗകര്യങ്ങൾ, അത്യന്താധുനിക നിലവാരത്തോടു കൂടിയുള്ള എല്ലാ പഠന സജ്ജീകരണങ്ങളും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ GRFT HSS, അതായത് ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളാണ് അത് ബേപ്പൂരിലെ. അവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതേപോലെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും കെട്ടിടങ്ങളും അത്യന്താധുനിക സൗകര്യങ്ങളുമുള്ള ക്ലാസ് മുറികൾ അടക്കം ഹൈടെക് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള വെറുതെ അത് മാത്രമല്ല, GHSS ബേപ്പൂര്, അതോടൊപ്പം തന്നെ ചെറുവണ്ണ GHSS, ഇവിടെയെല്ലാം. പിന്നെ അതോടൊപ്പം തന്നെ GWLPS അവിടെ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ശിശു സൗഹൃദമാക്കി ആ സ്കൂളിനെ മാറ്റി എന്നുള്ളതും ഈ പറയുന്ന നേതാവിൻ്റെ ഭരണപരമായ കഴിവുകൾ തന്നെയാണ്. എന്നാൽ ഇവിടെയെല്ലാം ഹൈടെക് ക്ലാസ് മുറികളുണ്ട്. പല സ്കൂളുകളിലും സ്കൂൾ ബസ്സുകൾ MLA ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചുകൊണ്ട് നൽകുകയും ചെയ്തു എന്നുള്ളത് ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന നേതാവ് കാട്ടിക്കൂട്ടിയ വലിയ വികസന പദ്ധതികൾ തന്നെയാണെന്നേ. അതിന് മേലെ ഇനി PV അൻവർ ഉപയോഗിക്കാൻ പോകുന്ന മറ്റൊരു തന്ത്രമുണ്ട്. ആ തന്ത്രമാണ് വർഗീയത, പച്ച വർഗീയത. ഇവിടെ വർഗീയത വേവില്ല എന്നുള്ള കാര്യം ആദ്യം PV അൻവർ മനസ്സിലാക്കൂ. കാരണം അവിടെ വേരുറച്ചു പോയ ഒരു പിടി നല്ല മതേതരവാദികളായ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ മണ്ണാണ് ആ ബേപ്പൂർ എന്ന് പറഞ്ഞാൽ. അവിടെ കയറിയിരുന്നുകൊണ്ട് അധികം വർഗീയത പ്രസംഗിക്കരുത്. PV അൻവർ ഒരുപക്ഷെ മരുമോനിസം എന്ന് പറയുന്നത് മറ്റൊരു വർഗീയതയുടെ തലത്തിൽ നിന്നുകൊണ്ടാണെന്ന് പറയേണ്ടി വരും. എങ്ങനെയാണ് PV അൻവർ മുഹമ്മദ് റിയാസിനെ വർഗീയതയുടെ തണലിൽ കിട്ടുന്നതെന്ന് നമുക്കെല്ലാവർക്കും ഏറെക്കുറെ ഊഹിക്കാൻ കഴിയുമായിരിക്കും. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ ഏത് വർഗീയതയിൽപ്പെട്ടയാളാണ് എന്ന് നമുക്കറിയാം. വർഗീയത അദ്ദേഹത്തിന് തൊട്ട് തെറിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഏത് മതത്തിൽപ്പെട്ട ഒരാളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണ്. അതല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തിൽ വരുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ മകൾ സ്വാഭാവികമായും ഇതേ പറയുന്ന ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു അംഗം തന്നെയാണ്. എന്നാൽ ഇവിടെയാണ് വർഗീയതയുടെ ഒരു വലിയ സ്ഫുരണം നടക്കുന്നത്. ഇവിടെ PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ന്യൂനപക്ഷ സമുദായാംഗമാണെങ്കിൽ തന്നെയും ഭൂരിപക്ഷ സമുദായത്തിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്ന ഭൂരിപക്ഷത്തിലേക്ക് അടിയുറച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വരെ വർഗീയ പ്രേരണ നയമാണ്. എന്നാൽ അതേസമയം അത്തരം കലർപ്പുകളൊന്നുമില്ലാതെ പച്ചയ്ക്ക് പറഞ്ഞാൽ പക്കാ ഒരു ന്യൂനപക്ഷക്കാരനായി നിൽക്കുന്ന ഒരാളാണ് താൻ എന്നുള്ള ഒരു രീതി അവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് PV അൻവർ ഉപയോഗിക്കുന്ന അടുത്ത ആയുധം. അതായത് ഇവിടെ വികസനം പറയുന്നത് കൊണ്ടോ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടന്നില്ല എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല എന്നർത്ഥം. പകരം അവിടെ ഉപയോഗിക്കേണ്ടത് ഈ രീതിയിലുള്ള ചില വർഗീയ പ്രീണന സമീപനങ്ങളാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരുതരം വർഗീയ പ്രചരണമാണ് ഇവിടെ ഇപ്പോൾ PV അൻവർ നടത്തി ആ മണ്ഡലം പിടിക്കാൻ നോക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ വർഗീയത പറയുന്നവരല്ല അവിടെയുള്ളത്. അവർക്ക് വികസനം ആവശ്യപ്പെടുന്ന ഒരു മതേതര വിശ്വാസികളായ ഒരുപറ്റം കമ്മ്യൂണിസ്റ്റുകാർ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ വിശ്വാസികൾ നിറഞ്ഞു നിൽക്കുന്ന ശക്തമായ ഒരു മണ്ഡലം തന്നെയാണ് ബേപ്പൂർ. അത് ചുവന്ന കോട്ടയാണ്. ആ കോട്ടയിൽ കൊണ്ടുവന്ന് നിങ്ങൾ എത്ര വർഗീയത പുതപ്പിക്കാൻ നോക്കിയാലും വർഗീയതയുടെ എത്ര കമ്പിപ്പാരകൾ കൊണ്ടിട്ട് കുത്തിയാലും ആ കോട്ടയൊന്നും പൊളിഞ്ഞു പോകില്ല എന്നുള്ള കാര്യം PV അൻവർ മനസ്സിലാക്കണം.
വെറുതെ അല്ല. അവിടെ വികസനത്തിൻ്റെ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും വികസിപ്പിക്കപ്പെടേണ്ടതെല്ലാം വികസിപ്പിച്ചു. ഇനി ചാലയം ഫിഷിംഗ് ഹാർബർ തന്നെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പണം മുടക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചാലയം പിന്നെ ഹാർബറിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് പണം മുടക്കിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി പണം മുടക്കിയിട്ടുണ്ട്. ഇതൊന്നും കഴിഞ്ഞ 2016 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ച് പോകുന്ന സമയത്തുണ്ടായിരുന്ന ഒന്നായിരുന്നില്ല ഇതൊന്നും. ഇതെല്ലാം പിന്നീട് ഡെവലപ്പ് ചെയ്തതാണ്. ഫറോക്ക് ESI, ബേപ്പൂർ ഗവൺമെൻറ് ആശുപത്രി, ചെറുവണ്ണൂർ, നല്ലളം മേഖലയിലെ അവിടങ്ങളിലുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും എല്ലാം ഈ പറയുന്ന വികസനത്തിൻ്റെ മാതൃകകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ബേപ്പൂരുകാർ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തവണയും നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ബേപ്പൂരിന് ഇപ്പോഴും സ്വന്തമായി PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന യുവ നേതാവുണ്ട്. ആരെയും പാരവെക്കാതെ സ്വന്തം രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും അടിയുറച്ചു നിൽക്കുന്ന ഒരു വലിയ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ പ്രസക്തനായി മാറുന്ന ബേപ്പൂരിൻ്റെ സ്വന്തം നേതാവ്, അതാണ് PA മുഹമ്മദ് റിയാസ്. അല്ലാതെ 4 വള്ളത്തിൽ 4 തവണ ചവിട്ടി നിൽക്കുന്ന നേതാക്കന്മാരെ അല്ല നമുക്ക് ആവശ്യം. ഇനി PV അൻവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. PV അൻവർ ഇത്തവണ നിങ്ങളെല്ലാം കൂടെ വിജയിപ്പിച്ച് PV അൻവറിനെ ബേപ്പൂരുകാർ വിജയിപ്പിച്ച് നേരെ നിയമസഭയിലേക്ക് പറഞ്ഞു വിടുന്നു. നാളെ തോന്നുന്നു ഇതൊന്നും അല്ല ശരി, അല്ലെങ്കിൽ ഇതൊന്നും അല്ല എൻ്റെ വഴി എന്ന് നാളെ ഇയാൾക്ക് തോന്നുകയാണ് PV അൻവറിന്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു ഉളുപ്പും യാതൊരു നാണവുമില്ലാതെ ഈ പറയുന്ന ബേപ്പൂരുകാരുടെ മുഖത്തടിക്കുന്ന പോലെ നിലമ്പൂരുകാർക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ബേപ്പൂരുകാരുടെ മുഖത്തടിക്കുന്ന പോലെ ഒരു രാജിക്കത്തും കൊടുത്ത് സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് PV അൻവർ എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ PV അൻവറിൻ്റെ യാത്ര എടുത്ത് നോക്കൂ. ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നു, എന്നിട്ട് VD സതീശനെ ചീത്ത വിളിച്ചു. VD സതീശൻ്റെ അവിടെ നിന്ന് വീണ്ടും പിണറായി വിജയനെ ചീത്ത വിളിച്ചിട്ട് വീണ്ടും ഇറങ്ങി സ്വന്തം DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങ് തമിഴ്നാട്ടിൽ പോയി കണ്ടു. അവിടെ ആരും അടുപ്പിച്ചില്ല. ഒടുവിൽ തിരിച്ചു വന്നു DMK എന്ന് പറഞ്ഞിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കി. ഈ പാർട്ടിയെ കൊണ്ടുവന്ന് UDF-നകത്ത് മിക്സ് ചെയ്യാൻ നോക്കി, അസോസിയേറ്റ് അംഗമാക്കാൻ നോക്കുന്നു. എന്നിട്ട് അതും നടപ്പില്ല എന്ന് കണ്ടപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പ്രവേശനം നടത്തുന്നു. ഒരു നാണംകെട്ട രാഷ്ട്രീയം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇടത് സ്വതന്ത്രൻ, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് DMK-കാരൻ, അവിടുന്ന് തൃണമൂൽ കോൺഗ്രസ്സുകാരൻ, എന്നിട്ട് LDF-ൽ നിന്ന് മാറി UDF-ലേക്ക്. എന്തൊക്കെ നാറിയ നാണംകെട്ട കളികളാണ് ഈ PV അൻവർ കളിച്ചതെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആലോചിച്ച് നോക്കിയിട്ട് നെറികേടിൻ്റെ രാഷ്ട്രീയത്തിനാണോ വോട്ട് ചെയ്യേണ്ടത്, അതോ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിനാണോ, വികസനത്തിൻ്റെയും അതോടൊപ്പം നിലനിൽപ്പിൻ്റെയും രാഷ്ട്രീയത്തിനാണോ വോട്ട് ചെയ്യേണ്ടതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരു സ്ഥിരതയുണ്ടാവണം രാഷ്ട്രീയ നേതാവായാൽ. ജനങ്ങളോട് പറയുന്ന വാക്കിന് ഒരു വിലയുണ്ടാവണം ഒരു രാഷ്ട്രീയ നേതാവായാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കിന് വിലയില്ലാത്ത, നിലപാടുകളില്ലാത്ത നേതാക്കന്മാരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബേപ്പൂരുകാർ ഒരിക്കലും മിനക്കെടില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഏറെക്കുറെ ഈ PA മുഹമ്മദ് റിയാസിൻ്റെ ഈ സീറ്റ് ഏകദേശം കഴിഞ്ഞ തവണ 28,747 വോട്ടുകൾക്കാണ് വിജയിച്ചെങ്കിൽ ആ ഭൂരിപക്ഷം വീണ്ടും ഉയരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഏകദേശം ഒരു 30,000-നും 35,000-നും ഇടയിലുള്ള ഭൂരിപക്ഷമായി ഉയരാനുള്ള സാധ്യതകളും കാണുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.